ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സൂറത്തുൽ ഫുർഖാൻ അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു ഇബാദുർ റഹ്മാനിൻ്റെ സവിശേഷതകൾ പറയുന്ന ഭാഗം, അത് അൽബയാൻ ഖുർആൻ മത്സര പരീക്ഷയുടെ പഠിതാക്കളെന്ന നിലക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മൾ കഴിഞ്ഞ ഏറ്റവും അവസാനം 65 ആയത്തുകളാണ് ഓതുകയും വിശദീകരിക്കുകയും ചെയ്തത്. 67ാമത്തെ ആയത്ത്, അതൊന്ന് ആയത്തെങ്ങനെ പാരായണം ചെയ്യാമെന്ന് കേട്ട് വരാം. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വിശ്വാസികളായ ആളുകൾ, ഇബാദുർ റഹ്മാനായ ആളുകളുടെ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവ ഗുണങ്ങൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, തുടർന്ന് പറയുകയാണ്, വല്ലദീന, യാതൊരു വിഭാഗം ആളുകളാണ് അവർ, ഇദാ അൻഫഖു, ഇദാ അൻഫഖു, ഇദാ എന്നത് ഹർഫു ഷർത്താണ്, നിബന്ധനയുടെ വാചകം എന്ന് നമുക്ക് പറയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ വിജയവും എത്തിയാൽ എന്ന രൂപത്തിൽ, അതിങ്ങനെ ഷർത്ത്, നിബന്ധന പറയുന്ന, നിബന്ധനയുടെ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്, വാചകമാണ് ഇദാ എന്നത്. ഖുർആൻ പറയാണ്, ഇദാ അൻഫഖു, ഇദാ അൻഫഖു. അൻഫഖ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചു എന്നാണ് അർത്ഥം. സമ്പത്ത് ചിലവഴിക്കുന്നതിനാണ് സാധാരണ നിലക്ക് അൻഫഖ എന്ന് പറയാറുള്ളത്. അൻഫഖു, അവർ ചിലവഴിച്ചു എന്ന മാദിയായ പാസ്റ്റ് ടെൻസിലാണ് ആ പദമുള്ളത്. ഇദാ അൻഫഖു, അവർ ചിലവഴിച്ചാൽ, അവർ സമ്പത്ത് ചിലവഴിച്ചാൽ, സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാനായ ആളുകൾ അവർ സമ്പത്ത് ചിലവഴിച്ചാൽ അവരുടെ സാമ്പത്തിക നിലവാരം എന്തായിരിക്കും? ലം യുസ്രിഫു, അസ്റഫ. സർഫ് എന്നാണ് അമിത വ്യയം അഥവാ ആർഭാടം എന്നതിന് ഉപയോഗിക്കുന്ന പദം, സർഫ് എന്നാണ്. അസ്റഫ എന്ന് പറഞ്ഞാൽ അമിത വ്യയം ചെയ്തു, നടത്തി എന്നാണ്, ദൂർത്ത് കാണിച്ചു എന്നാണ്. ലം യുസ്രിഫു എന്ന് പറഞ്ഞാൽ മുലാരിയായ പ്രസൻ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, മുലാരിയായ ഒരു ഫെയിലിൻ്റെ, ഒരു വേർബിൻ്റെ, ടെൻസിൻ്റെ തൊട്ടു മുന്നിൽ ലം എന്ന അക്ഷരം വന്നാൽ പിന്നെ അത് മാദിയിൽ, പാസ്റ്റിൽ നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുന്ന, ഡിനൈ ചെയ്യുന്ന അർത്ഥത്തിലേക്കാണ് ഇത് മാറുക. അപ്പം ലം യുസ്രിഫു, അവർ ദൂർത്ത് കാണിക്കുകയില്ല. എപ്പോൾ? ഇദാ അൻഫഖു, അവർ ചിലവഴിക്കുമ്പോൾ, ലം യുസ്രിഫു, അവർ ദൂർത്ത് കാണിക്കുകയില്ല, അവർ അമിത വ്യയം നിർവഹിക്കുകയില്ല. വലം യഖ്തുറു, ലം യഖ്തുറു, അതുപോലെ തന്നെ ഇതേ സമാനമായി മുലാരിയാണ് ഫിയൽ, എന്നാൽ ലമ്മു മുന്നിൽ വന്നു. അപ്പോൾ ലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, അവർ ദൂർത്ത് കാണിക്കുകയുമില്ല, പിശുക്ക് കാണിക്കുകയുമില്ല. പകരം വകാന ബൈന ദാലിക്, അതിൻ്റെ ഇടയിൽ, ബൈന ദാലിക്, അതിൻ്റെ ഇടയിൽ, അഥവാ ദൂർത്ത് കാണിക്കുന്നതിൻ്റെയും പിശുക്ക് കാണിക്കുന്നതിൻ്റെയും ഇടയിൽ ഖവാമ, നിർവഹിക്കുന്നവരാണ്. ഖവാമ, ചൊവ്വായ രൂപത്തിൽ, നേരെയായ രൂപത്തിൽ, അതിന് രണ്ടിനും ഇടയിൽ നേരെയായ രൂപത്തിലാണ് ഇവർ ചെലവഴിക്കുക. ദൂർത്തും കാണിക്കുകയില്ല, പിശുക്കും കാണിക്കുകയില്ല, അതിന് രണ്ടിനും ഇടയിൽ ആവശ്യമായതിനനുസരിച്ച് പണം ചെലവഴിക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന റഹ്മാനായ റബ്ബിൻ്റെ അടിയാറുകളുടെ സ്വഭാവം പറയുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളെന്ന നിലക്ക് പലപ്പോഴും സമ്പത്ത്, അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്ര പ്രയാസകരമായ കാര്യമല്ല ഇക്കാലഘട്ടത്തിൽ. എന്നാൽ സമ്പാദ്യം അത് ഹലാലായിരിക്കുക എന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയും സമ്പാദിക്കാം, റമ്മി കളിച്ച് സമ്പാദിക്കാം, ഓൺലൈനിൽ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അതിനുണ്ട്, അതിലൂടെയൊക്കെ സമ്പാദിക്കാം. പക്ഷേ ധാർമ്മികതയും ഹലാലും ഹറാമും പരിശോധിച്ച് മാത്രം സമ്പാദിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ കാര്യമാണ്, ധനമെന്ന് പറയുന്നത് നമ്മുടെ പൂർണ്ണാധികാരത്തിലുള്ള കാര്യമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് അത് അള്ളാഹുവിൻ്റെതാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ധനം ആത്യന്തികമായി റബ്ബിൻ്റെതാണ്.
ആ റബ്ബ് നമുക്ക് നൽകുന്നത് ഈ ദുനിയാവിൽ വെച്ച് കൈകാര്യകർത്തൃത്വം നിർവഹിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സമ്പാദിക്കുന്നിടത്തായാലും വിനിയോഗിക്കുന്നിടത്തായാലും കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ കാല് മുന്നോട്ട് വെക്കാൻ പരലോകത്തൊരു വ്യക്തിക്കും സാധ്യമല്ല. അതിലൊന്നാണ് അൻമാലിഹി, അവൻ്റെ ധനത്തെക്കുറിച്ച്, മിമ്മക്തസബ്ത, എവിടെ നിന്നത് സമ്പാദിച്ചു എന്നും അതുപോലെ തന്നെ എവിടെ അത് ചെലവഴിച്ചു എന്നും സമ്പത്തിൻ്റെ വിഷയത്തിൽ മറുപടി നൽകാതെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൈകാര്യകർത്തൃത്വത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ വരുന്ന പണം അത് ചെലവഴിക്കാതിരിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ നിലപാടല്ല. അവർ സർഫ് കാണിക്കുകയില്ല, വലം യഖ്തുറു, അവർ പിശുക്ക് കാണിക്കുകയില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അർഹതപ്പെടുന്ന സ്ഥലങ്ങളിൽ അർഹതപ്പെടുന്ന സംഖ്യ അത് കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചെലവാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പിശുക്ക് പാടില്ല. അത് ഭൗതികപരമായ കാര്യത്തിനായാലും ദീനിൻ്റെ വിഷയങ്ങളിലായാലും നൽകേണ്ടത് നൽകുന്നതിന്, മനസ്സറിഞ്ഞ് ചെലവഴിക്കുന്നതിന് നമ്മളെ സംബന്ധിച്ച് ഒരു തടസ്സമുണ്ടാകാൻ പാടില്ല. പണം എന്നത് എപ്പോഴും നമുക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന വസ്തുവാണ്. എന്നാൽ അത് പിടിച്ചു വെക്കാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ എത്രയോ തവണ ആ രൂപത്തിൽ നമ്മളെ ഗുണദോഷിച്ചിട്ടുണ്ട്. വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കണം, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. ആർക്ക് ചെലവഴിക്കണം? ചെലവഴിക്കൽ നിർബന്ധമായ ആളുകൾക്കൊക്കെ ചെലവഴിക്കണം. ഉമ്മക്കും ഉപ്പക്കും വേണം, ഭാര്യയ്ക്ക് വേണം, ഇനി നമ്മുടെ മക്കൾക്ക് വേണം. നമ്മുടെ ഒരു കേസിൽ വന്നാൽ നമ്മൾ ചെലവഴിക്കാൻ നിർബന്ധിതമായിട്ടുള്ളിടത്തൊക്കെ നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠമായതുമാണ് ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ചെലവഴിക്കൽ. ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഒരു സംഖ്യയും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതൊരിക്കലും നമുക്ക് നഷ്ടം വരില്ല, അതുപോലെ അത് കുറയുകയുമില്ല. മാ നഖസ മാലുൻ മിൻ സ്വദഖത്തിൻ, സ്വതക്ക കൊടുത്ത് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല, അവൻ്റെ സമ്പത്തിൽ നിന്ന് നഷ്ടം സംഭവിച്ച് അവൻ ഇല്ലാതാകുന്ന ചിത്രമേ ഉണ്ടായിട്ടില്ല എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ധനം ആ രീതിയിൽ ചെലവഴിക്കാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അങ്ങനെ ചെലവഴിക്കുന്നവർക്ക് പകരം അള്ളാഹു സ്വർഗമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അംവാലഹും അൻഫുസഹും അംവാലഹും, അവരുടെ ദേഹത്തെയും അവരുടെ സമ്പത്തിനെയും ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ ശരീരത്തെയും അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഏത് ദാനധർമ്മവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്, നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം. അതൊരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. സമ്പത്ത് ചെലവഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്നാണല്ലോ. ഇത് കൊടുക്കുന്ന പൈസക്ക് മാത്രം വേർത്തിയാണോ നമ്മൾ വാങ്ങുന്ന ഉപകരണങ്ങളെന്ന് നമ്മൾ നോക്കും. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് നമ്മൾ നന്നായി പഠിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരാത്ത കച്ചവടമാണ് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബ്, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജകരമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. തുഅ്മിനൂന ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, വ റസൂലി, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, വ തുജാഹിദൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് നടത്തുക, ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട്, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അതാണ് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാർഗത്തിൽ ഒട്ടും തന്നെ പ്രയാസമില്ലാതെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്നതിന്, ദാനധർമ്മം നിർവഹിക്കുന്നതിന്, ആവശ്യമായ എല്ലാ സ്ഥലത്തും ആവശ്യമായ തുക ചെലവഴിക്കുന്നതിന് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതൊരു നഷ്ടബോധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെലവഴിക്കാതിരിക്കാനും പാടില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി സ്വതക്ക കൊടുക്കുന്ന വേളയിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് മര്യാദകളുണ്ട്. സ്വതക്ക പരമാവധി രഹസ്യമായി മാത്രമാണ് സ്വതക്ക കൊടുക്കേണ്ടത്. ആളുകളെ അറിയിക്കാൻ, സ്റ്റാറ്റസ് ഇടാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്വതക്ക അത് പരമാവധി രഹസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ
പരസ്യമായി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ആളുകൾക്ക് പ്രചോദനം ഉണ്ടാവുക എന്നത് മാത്രമാകണം. അതിൽ കവിഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ സമ്പത്ത് ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെടും, പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ സമ്പത്ത് സ്വതക്ക കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒന്ന് ദുനിയാവിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വതക്ക കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല സമ്പത്തിൽ നിന്ന് മാത്രമേ സ്വതക്ക കൊടുക്കാൻ പാടുള്ളൂ. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതിൽ നിന്ന് മാത്രമേ സമ്പത്ത് ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം നമ്മളെ കണിശമായി പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ഒരിക്കലും സ്വതക്ക കൊടുക്കാൻ പാടില്ല. നമ്മളുടെ അർഹതപ്പെട്ട സമ്പത്തിൽ നിന്ന്, അതേ സമ്പത്തിൽ നിന്ന് അർഹതപ്പെട്ട നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, അവർക്കൊക്കെ കൊടുക്കാതെ ഒരിക്കലും എന്താക്കാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞ് ദാനധർമ്മം നിർവഹിക്കാൻ പാടില്ല. നമ്മുടെ കടമകൾ നിർവഹിക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ഇബാദുർ റഹ്മാനിൻ്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞ വിധത്തിൽ ഒരിക്കലും ഒരു നിലക്കും പിശുക്ക് കാണിക്കാതെ മനസ്സറിഞ്ഞുകൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖിനെ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة